Hello everyone, welcome all to Adra's Easy Talks. In the last video, we had discussed about the syllabus of VHSE and we had a brief analysis of the syllabus. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് ആ ഒരു സിലബസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളതൊന്ന് അറേഞ്ച് ചെയ്ത് ക്ലാസ്സുകൾ പഠിച്ചു പോകേണ്ടത് എന്നുള്ളൊരു രീതി, അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിനെ നോക്കിക്കാണുന്നതെന്ന് ഇന്ന് ജസ്റ്റ് ഒന്ന് പറയാണ്. ഏത് എക്സാം വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് കറക്റ്റായിട്ട് എടുത്തു വെച്ചിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കുക, സിലബസ് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിലബസിൽ നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ ലാസ്റ്റ് ഒരു നോട്ട് എഴുതിയേക്കുന്ന കാണാം. അതായത് ഈ സിലബസിൽ നിന്നുള്ളതല്ലാതെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചോദിക്കാതിരിക്കാം, അതൊക്കെ PSCയുടെ ഇഷ്ടമാണ്. നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ റോള്. അപ്പം ആദ്യമേ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏജ് വൈസ് ഒരു ഡിസ്റ്റിങ്ഷൻ ഇവർ തന്നിട്ടുണ്ട് സിലബസിൽ. നമുക്ക് നോക്കിയാൽ കാണാം. ഫ്രം ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു 17th century, ദ റൊമാൻറ്റിക്സ് ആൻഡ് ദ വിക്ടോറിയൻസ്, 20th century ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇങ്ങനെയൊക്കെ ഒരു ടേം തന്നിട്ടുണ്ട്. ആ ടേം തന്നിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. ഈ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലേക്ക് പോവുക. അപ്പം ഞാൻ ജസ്റ്റ് ഈ വർക്ക്സ് ഒന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ ഫസ്റ്റ് പോയിട്രി, ദെൻ പ്ലേ, ദെൻ പ്രോസ്, ദെൻ ഫിക്ഷൻ, ഈ ഒരു ഓർഡറിൽ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഓർഡറിലായിരിക്കും എൻ്റെ ക്ലാസ്സസും പോവുക കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഈ ഒരു രീതിയിൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് തോന്നിയാൽ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു ഓർഡറിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും കേട്ടോ. എൻ്റെ ഒരു സജഷനാണ്. ദെൻ ഫസ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലേക്ക് പോകാം. ഞാൻ ആ അറേഞ്ച് ചെയ്ത ഓർഡർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഫസ്റ്റ് മൊഡ്യൂൾ 1 and 2. മൊഡ്യൂൾ 1 and 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 ഡീറ്റെയിൽഡ്, മൊഡ്യൂൾ 2 നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ആ ഒരു ഡിസ്റ്റിങ്ഷൻ്റെ ആവശ്യമില്ല. ഈ ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. രണ്ടിൽ നിന്നും ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്ന് നമുക്ക് ലൈൻസ് അതുപോലെ കോട്ട് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നോൺ ഡീറ്റെയിലിൽ നിന്ന് ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അനുമാനം. പക്ഷേ PSC ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. മൊഡ്യൂൾ 1 മേജറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പോയിട്രിയും പ്ലേയും ഒക്കെയാണ്. സോ കൂടുതൽ, അതായത് നമ്മൾ ലൈൻ ബൈ ലൈൻ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ഡീറ്റെയിൽഡ് പാർട്ടിനായിരിക്കണം. അതായത് ഇപ്പം ഒരു പ്ലേയിലൊരു ഡയലോഗ് തന്നിട്ട് ഇത് ഏത് പ്ലേയിൽ, അല്ലെങ്കിൽ ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽഡ് പാർട്ടിൽ നിന്നായിരിക്കും വരിക. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇന്റർപ്രിറ്റേറ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ട് പാർട്ടിയിൽ നിന്ന്, ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽഡും നോൺ ഡീറ്റെയിൽഡും ഒരുപോലെ തന്നെ കണ്ടുപോകും. ക്ലാസ് ഒരുപോലെ തന്നെ പോകുന്നതാണ്. ഒരേ രീതിയിൽ തന്നെ ഞാൻ ഈക്വലി ഇമ്പോർട്ടൻസ് രണ്ട് പാർട്ടിന് കൊടുത്തു തന്നെ ആയിരിക്കും എൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകാം. സോ ഫ്രം ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു 18th century, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ആവശ്യമുള്ള കുറേ ഏരിയാസ് ഞാൻ കവർ ചെയ്തതിന് ശേഷമായിരിക്കും ഇതിനകത്തോട്ട് വരുന്നത്. ദെൻ പോയിട്രി, ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പോയിട്രിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും ആദ്യം എടുക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഈ പോയിട്രി ഏരിയയിൽ വരുന്ന ഏത് സ്കൂൾ ഓഫ് പോയിട്രിയിൽ വരുന്ന റൈറ്റേഴ്സ് ആണ്, അതുപോലെ തന്നെ ഇവരുടെ ഏത് കളക്ഷൻ ഓഫ് പോയത്തിലാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത്, ഈ പോയത്തിൽ എത്ര ലൈൻസ് ഉണ്ട്, എത്ര സ്റ്റാൻസാസ് ഉണ്ട്, ഈ പോയത്തിനെ പറ്റി ആരൊക്കെ ക്രിട്ടിക്കലായിട്ട് കമൻസ് പറഞ്ഞിട്ടുണ്ട്, ഈ റൈറ്റേഴ്സിനെ പറ്റി ആരൊക്കെ ക്രിട്ടിക്കൽ കമൻസ് പറഞ്ഞിട്ടുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. എൻ്റെ ക്ലാസ്സസിൽ ഞാൻ ഇത് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്ത് ഓരോ വർക്കിലെയും മെൻഷൻ ചെയ്ത് തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കും എൻ്റെ ക്ലാസ്. അതായത് ഹിസ്റ്ററി ഫ്രം ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു 18th century വരെയുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതിന് ശേഷം ഞാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും എടുക്കുക. ദെൻ ബാലറ്റ്സ്, സർ പാട്രിക് സ്പെൻസ് ചെവി ചേസ്, ജെഫ്രി ചോസറിന്റെ പ്രൊലോഗ് ടു ദ കാന്റർബറി ടെയിൽസ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു ഓർഡറിലായിരിക്കും എൻ്റെ ക്ലാസ്സസ് പോവുക. ദെൻ എഡ്മണ്ട് സ്പെൻസേഴ്സ് എപ്പിത്തലാമിയൻ, ആൻഡ്രി മാർവൽ ടു ഹിസ് കോയി മിസ്ട്രസ്, ഷേക്സ്പിയറിന്റെ 3 സോണറ്റ് പഠിക്കാനുണ്ട്, സോണറ്റ് 18, സോണറ്റ് 13, സോണറ്റ് 116, ജോൺ ഡണ്ണിന്റെ ബാറ്റർ മൈ ഹാർട്ട്, കാനനൈസേഷൻ. നല്ല പോയംസ് ഒക്കെയാണ് നമുക്ക് സിലബസിൽ തന്നേക്കുന്നത്. പഠിക്കാൻ രസമുള്ള പോയംസ്, വായിച്ച് കേൾക്കാൻ രസമുള്ള കുറേ പോയംസ് ഉണ്ട്. അപ്പോൾ ജോൺ ഡണ്ണിനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അത് മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രിയിലുള്ള ഒരാളാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ആ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രിയുടെ പെക്യുലാരിറ്റി, ഈ ടേം ആര് കോയിൻ ചെയ്തു, ഇതിൽ ജോൺ ഡണ്ണിന്റെ റോൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ട് നോളജ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ,
Then Milton's listed as Paradise Lost, book number 9. Again, Paradise Lost, book number 9. എത്ര ബുക്സ് അതിനകത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സോ എല്ലാ ബുക്സിൻ്റെയും ചെറിയൊരു ജിസ്റ്റ്, ഒരു സമ്മറി നമ്മൾ അറിഞ്ഞിരിക്കണം. ബുക്ക് നമ്പർ 9 മാത്രം പഠിച്ചിട്ട് പോകരുത്. ഓക്കെ. ദെൻ ജോൺ ഡ്രൈഡന്റെ മാക്ഫ്ലെഗ്നോ, തോമസ് ക്രെയുടെ എൽ ജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, അലക്സാണ്ടർ പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക്, വില്യം ബ്ലേക്കിന്റെ ദ ടൈഗർ ദ ലാംബ്. ദെൻ ഡ്രാമ വരുമ്പോഴത്തേനും ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ്, തോമസ് കിഡിന്റെ ദ സ്പാനിഷ് ട്രാജഡി, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റും ട്വൽത്ത് നൈറ്റും പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് ജനറൽ ക്വസ്റ്റൻ ആയിരുന്നല്ലോ HSST ചോദിച്ചത്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, അതിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. സിലോജിസ്റ്റിക് കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ് വന്നത്. അപ്പം നമുക്ക് അതൊക്കെ നോക്കാം. ഓക്കെ, ക്ലാസ് പോകുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു ടൈം ഞാൻ അതിന് എടുക്കുന്നില്ല. ക്ലാസ്സിന്റെ കൂടെ തന്നെ ഈ വക ചോദിക്കാൻ സാധ്യതയുള്ള ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. റിച്ചാർഡ് ഷെറിഡന്റെ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ. ദെൻ പ്രോസ് എടുക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് ഓഫ് ട്രൂത്ത്, 3 എണ്ണം പഠിക്കാനുണ്ട്. ഫ്രാൻസിസ് ബേക്കന്റെ അഫോറിസ്റ്റിക് സ്റ്റൈല് ഭയങ്കര ഫേമസ് ആണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ റൈറ്റേഴ്സിനും ഇങ്ങനെ ഓരോ പെക്യുലാരിറ്റി ഉണ്ട്. അപ്പം നമ്മൾ അത് അറിഞ്ഞ് അദ്ദേഹം ഏത് ഏജിലാണ് വരുന്നത്, ആ ഏജിന്റെ പ്രത്യേകത, ഈ ഒരു രീതി വേണം നമ്മൾ ഓരോ വർക്കിനെയും നോക്കിക്കാണാനായിട്ട്. ഓക്കെ. ദെൻ ഫിക്ഷൻ, തോമസ് മോറിന്റെ ഉട്ടോപ്യ, ജൊനാഥൻ സ്വിഫ്റ്റിന്റെ ദ ബാറ്റിൽ ഓഫ് ബുക്സ്, സാമുവൽ റിച്ചാർഡ്സിന്റെ പമേല, ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ, ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ്. ദെൻ മൊഡ്യൂൾ 3 and 4 ഞാൻ അഗെയിൻ പറയാണ്, ഡീറ്റെയിൽഡ് ആൻഡ് നോൺ ഡീറ്റെയിൽഡ് ഒരുമിച്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻ ഏജിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഞാൻ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലേക്ക് അടക്കം അഗെയിൻ പറഞ്ഞ പോലെ പോയം, ദെൻ പ്ലേ, ദെൻ ദെൻ പ്രോസ്, ദെൻ ഫിക്ഷൻ, ഈ ഒരു ഓർഡറിലായിരിക്കും എൻ്റെ ക്ലാസ്സസ് പോവുക. അതിൽ തന്നെ വില്യം വേർഡ്സ്വർത്തിന്റെ ഓഡ്, ഇന്റിമേഷൻ ഓഫ് ഇമ്മോറാലിറ്റി ഫ്രം റിക്കളക്ഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്, ദെൻ കോൾറിഡ്ജിന്റെ കുബ്ലക്കാൻ, ജോൺ കിറ്റ്സിന്റെ ഓഡ് ടു നൈറ്റിംഗേൾ, P.B. ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. അപ്പം ഇതിനകത്ത് ചില കാര്യങ്ങളോട് അറിഞ്ഞിരിക്കണം. അതായത് പിൻഡാറി കോഡ് ഉണ്ട്, ഹൊറേഷ്യൻ ഓഡ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഏത് കൈൻഡ് ഓഫ് ഓഡിൽ പെടും, എന്താണ് ഈ പിൻഡാറി കോഡിന്റെ പ്രത്യേകത, അപ്പൊ ആ കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ അനാലിസിസ് കൂടി നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരണം. HSST പഠിക്കുന്ന സമയത്ത് 1 മാസം മാത്രമേ നമുക്ക് ടൈം കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ. സോ ക്വസ്റ്റ്യൻസ് ഇനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരുന്നു, പഠിക്കാൻ സമയം കിട്ടിയില്ല, അങ്ങനൊരു എക്സ്ക്യൂസും നമുക്ക് പറയാനുണ്ടാവില്ല മുന്നിൽ. അപ്പൊ നമ്മൾ അത്രയും കീൻ ആയിരിക്കണം നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ. ലോർഡ് ബൈറന്റെ ദ പ്രിസൺ ഓഫ് ഷിലൻ, ലോർഡ് ടെന്നീസന്റെ യൂലിസസ് ലോട്ടസ് ഈറ്റർ, മാത്യു അൾനന്റെ ദ സ്കോള ജിപ്സി ഡാർബീച്ച്, റോബർട്ട് ബ്രൗണിങ്ങിന്റെ ആൻഡ്രിയ ഡെൽസാട്ടോ, G.M. ഹോപ്കിൻസിന്റെ ദ പൈഡ് ബ്യൂട്ടി. ഫിക്ഷനില് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ ഉണ്ട്, എമിലി ബ്രോണ്ടിയുടെ ഉദറിൻ ഹൈറ്റ്സ് ഉണ്ട്, ചാൾസ് ഡിക്കൻസിന്റെ ഒലിവർ ട്വിസ്റ്റ് ഉണ്ട്, തോമസ് ഹാർഡിയുടെ ടെസ്റ്റ് ഓഫ് ഡെബർവിൽസ് ഉണ്ട്, ജെയിൻ ഓസ്റ്റിന്റെ മാൻസ്ഫീൽഡ് പാർക്ക് ഉണ്ട്, വാൾട്ടർ സ്കോട്ടിന്റെ ഇവാൻഹോ ഉണ്ട്. ഇതില് ഫിക്ഷൻ മിക്കവാറും എനിക്ക് തോന്നുന്നു നോൺ ഡീറ്റെയിൽഡ് ആയിട്ടാണ് തന്നേക്കുന്നത്. പക്ഷേ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റൈറ്റേഴ്സിന്റെ പെക്യുലാരിറ്റീസ് നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം. ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ക്യാരക്ടേഴ്സിനെ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൽ നിന്ന് കോഡ്സ് ചോദിക്കാനായിട്ട് സാധ്യത കുറവാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചോദിക്കില്ല എന്നല്ല അർത്ഥം. കൂടുതൽ സ്ട്രെസ്സും നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിലായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നീട് നമ്മുടെ സമയം അനുസരിച്ച് ഇതിനകത്ത് മേജർ ആയിട്ട് വരുന്ന ലൈൻസ്, ഫേമസ് ആയിട്ടുള്ള ലൈൻസും കൊട്ടേഷൻസും നമ്മൾ ആരോട് പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെയുള്ള കൈൻഡ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി തന്നെ പോകണം. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കും. ദെൻ മൊഡ്യൂൾ 5 and 6 20th സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ് ഉള്ളത്. അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിന്റെ ഡീറ്റെയിൽസ് തന്ന ശേഷമായിരിക്കും എൻ്റെ പോയിട്രിയുടെയും പ്ലേയുടെയും പ്രോസിന്റെയും ക്ലാസ്സുകൾ പോവുക. പോയിട്രിയിൽ W.B. യേറ്റ്സിന്റെ സെക്കൻഡ് കമ്മിങ്, സെയിലിംഗ് ടു ബൈസാൻഡിയം, T.S. എലിയറ്റ് ഉണ്ട്. T.S. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് ആണ് പഠിക്കാൻ നമുക്കുള്ളത്. അപ്പോൾ വേസ്റ്റ് ലാൻഡിനെ സംബന്ധിച്ച് പറയുന്നത്, വേസ്റ്റ് ലാൻഡ് സിലബസിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും പോകത്തില്ല. ഇത്രയും അല്യൂഷൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് ലാൻഡ്. ഓക്കെ. പിന്നെ ഇസ്രാ പൗണ്ട്, ഈ ഒരു പേര്, ഈ ഒരു വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ ഒരു വർക്ക് പറയുമ്പോൾ തന്നെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് ഇസ്രാ പൗണ്ട്. അദ്ദേഹം ഈ വർക്കിൽ എന്തൊക്കെ ക്രിട്ടിക്കൽ കമന്റ്സ് മേഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഈ ഒരു വർക്ക് നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറക്കാതെ നോക്കേണ്ട ഒന്നാണ്. അത്രത്തോളം നമ്മുടെ ഇസ്രാ പൗണ്ടിന് T.S. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡിൽ റോൾ ഉണ്ട്. ഓക്കെ. ദെൻ W.H. ഓഡൻ ഇൻ മെമ്മറി ഓഫ് W.B. യേറ്റ്സ്, ഡൈലാൻ തോമസിന്റെ പോയം ഇൻ ഒക്ടോബർ, സിൽവിയ പ്ലാത്തിന്റെ ഡാഡി, ഫിലിപ്പ് ലാക്സിന്റെ ചാച്ച് ഗോയ്, കാരോൾ ആൻഡ് ഡഫിയുടെ ആൻ ഹദവേ,
ടെഡ് ഹ്യൂക്സിന്റെ തോട്ട് ഫോക്സ്, ടോം ഗണ്ണിന്റെ ഓൺ ദ മൂവ്. പ്ലേ വരുമ്പോഴത്തേന് ജി.ബി. ഷോയുടെ പിഗ്മാലിയൻ ഉണ്ട്, ടി.എസ്. എലിയറ്റിന്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ ഉണ്ട്, ജെ.എം. സിഞ്ചിന്റെ പ്ലേ ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, ഹെറോൾഡ് പിന്നറിന്റെ ദ ബർത്ത്ഡേ പാർട്ടി, കാർലൈൽ ചർച്ചിന്റെ ടോപ്പ് ഗേൾസ്. ഇവിടെ പോയട്രിയിലും പ്ലേയിലും നമ്മൾ ടി.എസ്. എലിയറ്റിനെ കണ്ടു അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോഴത്തേനും നമുക്ക് രണ്ടുപേരെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ വരുന്നത്, അദ്ദേഹത്തിന്റെ ജനിച്ച സമയം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പഠിച്ചാൽ മതിയല്ലോ, അപ്പോൾ ഒരെണ്ണം കുറഞ്ഞല്ലോ. തെറ്റായ ധാരണയാണ്. അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ആരൊക്കെ ക്രിട്ടിക്കൽ കമന്റ്സ് മെയ്ഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പോയട്രിയിലെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ അദ്ദേഹം പ്ലേയിൽ എങ്ങനെയാണ് സ്പെഷ്യലായിട്ട് നിൽക്കുന്നത്, ഈ വക കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ഓക്കെ. ദെൻ പ്രോസിൽ എഫ്.ആർ. ലിവിസിന്റെ ദ ഗ്രേറ്റ് ട്രഡീഷൻ പഠിക്കാനുണ്ട്. ഫിക്ഷനിൽ വരുമ്പോഴത്തേന് ജോസഫ് കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഉണ്ട്, വിർജീനിയ വുൾഫിന്റെ മിസസ് ഡാലോവേ ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസിന്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പം ആ ഒരു സംഭവം എന്താണ്, ആ ഒരു ടെക്നിക്ക് എന്താണ്, അതിന്റെ ഹിസ്റ്ററി എവിടെ നിന്നാണ് വരുന്നത്, അതിൽ ആരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ, ഈ മിസസ് ഡാലോവയിലും എ പോർട്രേറ്റ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ആസ് ആൻ യങ് മാനിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അനാലിസിസ് നമ്മൾ നോക്കണം കേട്ടോ. ദെൻ ജോർജ് ഓർവെലിന്റെ 1984, ജോൺ ഫൗൾസിന്റെ ദ ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ, ആഞ്ചല കാർട്ടറിന്റെ നൈറ്റ് അറ്റ് ദ സർക്കസ്. ദെൻ മൊഡ്യൂൾ 7 and 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ് വരുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചറിലും ഞാൻ ഒരു ഡിവിഷൻ കൊടുക്കാതെ തന്നെ എഴുതിയിരിക്കുന്നത് പോയിട്രി, പ്ലേ, ദെൻ ഫിക്ഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പോയം 1-20 ഫ്രം ഗീതാഞ്ജലി. ഈ ഒരു പാട്ടും രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്നും ജനറൽ ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. 1-20 സിലബസിൽ തന്നിട്ടുള്ളൂ എങ്കിലും ഒരു ജിസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദെൻ സർ ഓറബിന്ദോയുടെ ദ ട്രാൻസ് ഓഫ് വെയിറ്റിംഗ്, സരോജിനി നായിഡുവിന്റെ കോറമെന്റൽ ഫിഷേഴ്സ്, കമലാദാസിന്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഫ്രീക്സ്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് കാണാൻ പറ്റും അല്ലേ നമുക്ക് അവർക്കില്ല. ഓക്കെ, നിസ്സി മിസിക്കലിന്റെ ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി, ദെൻ എ.കെ. രാമാനുജന്റെ എ റിവർ, ദ സ്ട്രൈഡേഴ്സ്. അപ്പൊ ഇതിനെല്ലാം കളക്ഷൻസ് ഒക്കെ ഉള്ളതുണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ അത് നോക്കി പഠിച്ചോണം. പ്ലേ ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല, മഞ്ജുള പത്മനാഭന്റെ ഹാർവസ്റ്റ്, മഹേഷ് ദത്താനിയുടെ ഡാൻസ് ലൈക്ക് എ മാൻ, വിജയ് ടെണ്ടുൽക്കറിന്റെ ദ കോർട്ട് ഇസ് ഇൻ സെഷൻ. ഐ തിങ്ക് വിജയ് ടെണ്ടുൽക്കറിന്റെ വർക്ക് മാത്രം നോ ഡീറ്റെയിൽഡ് കിടക്കുവാണ്. അപ്പൊ അത് ആ ഒരു രീതിയിൽ ബാക്കി എല്ലാം നിങ്ങൾ ലൈൻ ബൈ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലേയും പോയോ ഇത് രണ്ടും നിങ്ങൾ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് പഠിക്കേണ്ട കാര്യമില്ല. ക്യാരക്ടേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും, അതിലെ കഥ നിങ്ങൾ അറിയാം. അപ്പം ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് പ്ലേ മാക്സിമം കളക്ട് ചെയ്ത് വെച്ച് വായിക്കാൻ ശ്രമിക്കുക. നോവൽ നമുക്ക് മിക്കവാറും നമ്മൾ PG അല്ലെങ്കിൽ UG ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ വായിച്ചിട്ടുള്ളവരുണ്ടാവാം, വായിച്ചിട്ടില്ലാത്തവരും ഉണ്ടാവാം. അപ്പം വായിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ടെക്സ്റ്റ് കിട്ടുവാണെങ്കിൽ ഒറിജിനൽ തന്നെ വായിച്ചു പോവുക. പ്രോസും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ വർക്ക്സും ഒരു കാരണവശാലും സമ്മറി നോക്കി അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നോക്കി അതിന്റെ സമ്മറി മാത്രം പഠിച്ചുകൊണ്ട് പോയി എക്സാമിന് നിൽക്കരുത്. അതിന്റെ മെയിൻ ടെക്സ്റ്റ് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് വേറെ മെറ്റീരിയലിന്റെ ഒന്നും തന്നെ ആവശ്യം ആ ഒരു ഏരിയയിലില്ല. ഓക്കെ. പ്രോസ്, എ.കെ. രാമാനുജൻ, ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്, ആൻ ഇൻഫോർമൽ എസ്സേ. നല്ലൊരു കുഞ്ഞ് എസ്സേ ആണത്, നല്ല എസ്സേ ആണ്. ഓക്കെ, വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു എസ്സേ ആണ്. അപ്പം അതൊക്കെ മെറ്റീരിയൽ കളക്ട് ചെയ്ത് വെച്ച് വായിക്കാൻ ശ്രമിക്കുക. ദെൻ ഫിക്ഷൻ, മുൾക്രാജ് ആനന്ദിന്റെ ദ അൺടച്ചബിൾ, രാജാറാവുന്റെ ദ സർപ്പന്റ് ആൻഡ് ദ റോപ്പ്, അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ, R.K. നാരായണന്റെ മൽഗുഡി ഡേയ്സ്, സൽമാൻ റഷ്ദീസ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, അരുന്ധതി റോയ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അരവിന്ദ് അടിക ദ വൈറ്റ് ടൈഗർ. ഇതില് സൽമാൻ റഷ്ദിയുടെ ചോദ്യം വരാതൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോവാറില്ല. ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ വെൻ വി ലുക്ക് അറ്റ് ദ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അതുകൊണ്ട് ഇന്ത്യൻ ലിറ്ററേച്ചർ പറയുന്നതിന് മുമ്പും ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് തരും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് എല്ലാത്തിൻ്റെയും പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ക്ലാസ്സുകൾ എടുക്കുകയുള്ളൂ. കാരണം ഇവരെ എവിടെ പ്ലേസ് ചെയ്യണം, ഇവരെപ്പോഴാണ് വരുന്നത്, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഏജ് ദാറ്റ് ദേ ആർ കമ്മിങ് ഫ്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ക്രിറ്റിസിസം ആൻഡ് തിയറി രണ്ടെണ്ണം നമുക്കുണ്ട്. S.N. ദാസ്ഗുപ്തയുടെ ദ തിയറി ഓഫ് രസയുണ്ട്, കുഞ്ഞുണ്ണി രാജയുടെ തിയറി ഓഫ് ധ്വനിയുണ്ട്. അപ്പം അത് ക്രിറ്റിസിസം ആൻഡ് തിയറി ഏരിയയിലാണ് വരുന്നത്. സോ അത് ഈ പറഞ്ഞ നിങ്ങൾ കാണുന്ന ഓർഡറിലായിരിക്കും ഞാൻ എൻ്റെ ക്ലാസ് എടുത്തു പോകും. ലാസ്റ്റ് അമേരിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്. അമേരിക്കൻ ലിറ്ററേച്ചറിൽ 9 and 10 ഡീറ്റെയിൽഡ് ആൻഡ് നോൺ ഡീറ്റെയിൽഡ് രണ്ടും ഞാൻ ക്ലബ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. വാൾട്ട് വിറ്റ്മാന്റെ ഔട്ട് ഓഫ് ദ ക്രാഡിൽ എൻലെസ്ലി റോക്കിംഗ്, എമിലി ഡിക്കിൻസന്റെ ഐ ഫെൽറ്റ് എ ഫ്യൂണറൽ ഇൻ മൈ ബ്രെയിൻ, ദെൻ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഹോം ബെറിയൽ, വാലേസ് സ്റ്റീഫൻസിന്റെ സൺഡേ മോർണിംഗ്, എഡ്ഗർ അലൻ പോയുടെ ദ റാവൻ, മായ ആഞ്ചലോയുടെ ഫിനോമിനൽ വുമൺ, E.E. കമ്മിങ്സിന്റെ ബഫലോ ഹിൽസ്, അലൻ ഗിൻസ്ബർഗിന്റെ അമേരിക്ക, ജെറ്റ്രൂഡ് സ്റ്റെയിന്റെ ഡോട്ടർ,
അപ്പോൾ ഇതെല്ലാം പോയട്രി ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവരിലും ചില സ്കൂൾ ഓഫ് പോയട്രിയിൽ ഉള്ളവരുണ്ട്. അപ്പം അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോണം. ഇമേജിസം അങ്ങനെയുള്ള അതൊന്ന് സിംബലിസം ഇതൊക്കെ ഒന്ന് നോക്കിക്കോണം. അമേരിക്കയിൽ 19th സെഞ്ച്വറിയിൽ ആരൊക്കെയാണ് ഇതിനകത്തൊക്കെ പെട്ടുപോയിട്ടുള്ള റൈറ്റേഴ്സ് എന്നൊക്കെ നോക്കി അറിഞ്ഞിരിക്കണം. പ്ലേ യൂജീൻ ഒനീലിന്റെ എംപറർ ജോൺസ് ഉണ്ട്, ടെന്നീസി വില്യംസിന്റെ ദ ഗ്ലാസ് മെനേജറി ഉണ്ട്, ആർതർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. അപ്പം നമ്മൾ ഗ്ലാസ് മെനേജറി അതുപോലെ പിഗ്മാലിയൻ ഇതൊക്കെ ഫിലിം വേർഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ഏത് വർഷം, അതിന്റെ പ്രൊഡ്യൂസർ ആര്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഡയറക്ടർ ആര്, ഇങ്ങനെയൊക്കെയുള്ള ജനറൽ ലെവൽ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. അതായത് ചോദിക്കുന്നല്ല, ചോദിച്ചു പോയാൽ വി ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ദെൻ ഫിക്ഷനിൽ വരുമ്പോഴത്തേന് ഹാവത്തോൺ ഉണ്ട്, ദ സ്കാർലറ്റ് ലെറ്റർ, ഹെർമാൻ മെൽവിൽസ് മോബി ഡിക്ക്, ഹെമിംഗ്വേസ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ടോണി മോറിസന്റെ ദ ബ്ലൂ ഐസ്. പ്രോസിൽ എമേഴ്സന്റെ സെൽഫ് റിലയൻസും തോറോടെ സിവിൽ ഡിസൊബീഡിയൻസും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോസാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഈ ഒരു സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ELT ആണ്. ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ELT ലിറ്ററേച്ചർ പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ക്ലാസ്സസ് ഞാൻ കൊടുക്കുക. അപ്പം ലിംഗ്വിസ്റ്റിക്സും ELTയിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് കാര്യങ്ങൾ, ടേംസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് സിലബസ് നമുക്കില്ല. സോ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ലിംഗ്വിസ്റ്റിക്സിനകത്ത് വരുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് സിലബസിൻ്റെ വീഡിയോ ചെയ്യാം. ദാറ്റ് ഈസ് ആഫ്റ്റർ ടേക്കിംഗ് ദ ലിറ്ററേച്ചർ സെഷൻ ക്ലാസ്സസ്. അത് ചെയ്തതിന് ശേഷം ഞാൻ തരാം. പിന്നീട് ELTയിലും ഞാൻ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. തിയറി ആൻഡ് ക്രിറ്റിസിസം പാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ലിംഗ്വിസ്റ്റിക്സും ELTയും കഴിഞ്ഞതിന് ശേഷം ഞാൻ തിയറി എടുക്കാം. അപ്പം തിയറി ആൻഡ് ക്രിറ്റിസിസത്തിൽ എന്താ പറയുക, അതിനകത്ത് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തൊട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് തിയറി ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതിനകത്ത് എന്താ പറയുക, നമ്മളെ ന്യൂ ക്രിറ്റിസിസം, റഷ്യൻ ഫോർമലിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, അപ്പം ആർക്കിടൈപ്പ് ക്രിറ്റിസിസം, ഈ കൈൻഡ് ഓഫ് തിയറീസിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് ഒരു വീഡിയോ അത് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിലേക്ക് പോവുക. ഓക്കെ, സോ ക്രിറ്റിസിസം ആൻഡ് ലിറ്റററി തിയറി പാർട്ട് അങ്ങനെയായിരിക്കും എടുത്തു പോവുക. ആൻഡ് ഇപ്പം വിചാരിക്കും ജനറൽ പാർട്ട് ഞാൻ എപ്പോഴെപ്പോഴോ കവർ ചെയ്യുന്നതാണ്. ജനറൽ പാർട്ട് ഈ വീഡിയോസിനിടയിൽ തന്നെ പോസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഓരോ ക്ലാസ്സസും കാണാൻ ശ്രദ്ധിക്കുക. അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞ കണക്ക് ആരംഭിക്കുന്നതാണ്. സോ വെയിറ്റ് ഫോർ മൈ ക്ലാസ്സസ്. താങ്ക് യു.